പോലീസുകാർ എന്നോട് പറഞ്ഞു, എന്തിനാണ് സ്വന്തം നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത്, കേസ് കൊടുത്ത് വീണ്ടും നിന്നെ അവർ വൈരാഗ്യമാവും, നീ അത് കേസ് കൊടുക്കണ്ട, നിങ്ങൾ കോംപ്രമൈസ് ആക്കി തീർത്തു പറഞ്ഞു. അവിടെ ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവനോട് നിൽക്കുന്നത്. കാരണം പെട്ടെന്ന് എനിക്ക് നെഞ്ഞുവേദന വന്നു. പിന്നെ എല്ലാവരും വിചാരിച്ച് അറ്റാക്കാന്ന് വെച്ചിട്ട് വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് SP സാറോട് പറഞ്ഞ സമയത്ത് സാറിനോട് പറഞ്ഞു, ഞാൻ തലപ്പൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം, നീ പോയിക്കോ പറഞ്ഞു. ഞാൻ സാറേ ഞാൻ വീട്ടിൽ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാലും പാർട്ടിക്കാരല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമില്ലാന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. കാരണം ചാവുന്നുണ്ടെങ്കിൽ അത് നീതിക്ക് വേണ്ടി ചാവണം, അല്ലാണ്ട് ഭയന്നിട്ട് കള്ളത്തരത്തിൽ ഇങ്ങനെ കൊള്ളക്കും കൂട്ടുന്നിട്ടല്ല ചാവുണ്ട്. നിങ്ങൾ മൊബൈൽ ട്രേസ് ചെയ്യണ്ട, നിങ്ങൾ വിളിച്ചെടുത്ത് ഞാൻ വരും, നിങ്ങൾക്ക് കൊല്ലല്ലോ വേണ്ട, ഞാൻ നിന്ന് തരും. പക്ഷെങ്കിൽ നീതി കിട്ടണം, എനിക്ക് നീതി കിട്ടിയേ പോലും. നമസ്കാരം. കണ്ണൂർ തളിപ്പറമ്പ് കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിലെ സ്ഥിരം ജീവനക്കാരനായ ഷനൂബ്, ഇയാൾ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ജോലി സമയത്ത് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സംഭവം 2023 നവംബറിൽ വലിയ വാർത്തയായതാണ്. ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഇവിടുത്തെ തന്നെ സ്ഥിരം തൊഴിലാളിയായ രൂപേഷാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഷനൂബിൻ്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല, നിയമ നടപടികളൊന്നും സ്വീകരിച്ചില്ല. വീണ്ടും ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതുമാത്രമല്ല, ഒരുപാട് അപവാദ പ്രചരണങ്ങളുമൊക്കെ നാട്ടിൽ നടത്തുന്നു. രൂപേഷിനെതിരെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു. അങ്ങനെ പല സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. നീതി കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ ഭാഗം മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രൂപേഷ് ഇപ്പോൾ മറുനാടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. രൂപേഷ്, മറുനാടിനെ തേടി എത്തിയത് താങ്കളെ ഈ CPMകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? അത് തന്നെ. പിന്നെ കരിമ്പ ഫാമിൽ ഇങ്ങനെ ഒരു 2023 സംഭവം ഉണ്ടായിരുന്നു. ഇവൻ നിരന്തരം, ഷനൂബ് എന്ന് പറയുന്നത് നിരന്തരം പിന്നെ ജോലി സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഹാർഡ് വരലില്ല. അപ്പോൾ അത് ഒരു നൈറ്റ് ഡ്യൂട്ടിക്കുന്ന സമയത്ത് ഇവൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ തന്നെ ഒരു ഗ്രൂപ്പിൽ വാർഡ് മെമ്പർ എടുത്തിട്ടു. അത് ഫോട്ടോ അടക്കം ആരോ ഫാമിലി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, സൂപ്പുണ്ട്. അത് എന്നിട്ട് നേതാക്കന്മാരിൽ വന്ന് ഇടപെട്ടിട്ട് അത് തീർക്കുക ചെയ്തത്. അതിനുശേഷം എനിക്ക് ഒരു സ്ഥലത്തും ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. ഇവരെ കൂടെയുള്ളവർ നിരന്തരം ഇതന്നെ എന്നെ മർദ്ദിക്കാൻ വരലും. ഞാൻ എന്ത് പറഞ്ഞതെന്നില്ല, അവരെന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ കാരണം ഉണ്ടാക്കിയിട്ട് എന്നെ ചോർത്തി ഇറങ്ങി പറഞ്ഞിട്ട് പറയാൻ കഴിയില്ല, എന്നിട്ട് ഇവർ പണിയെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മർദ്ദിക്കാൻ വരും. അപ്പോഴേ ഞാൻ വീട്ടിൽ പോകാറാണ്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ ന്യൂ ഇയറിന് ഇതുപോലെ എന്നെ അടിച്ച സമയത്ത് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസുകാർ എന്നോട് പറഞ്ഞു, എന്തിനാണ് സ്വന്തം നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത്, കേസ് കൊടുത്ത് വീണ്ടും നിന്നെ അവർ വൈരാഗ്യമാവും, നീ അത് കേസ് കൊടുക്കണ്ട, നിങ്ങൾ കോംപ്രമൈസ് ആക്കി തീർത്തു പറഞ്ഞു. എന്നിട്ട് ഞാൻ കേസാക്കാണ്ട് പോയി. പിന്നെയും വീണ്ടും മർദ്ദനങ്ങൾ വന്നു. അത് കഴിഞ്ഞ പിന്നെ അന്ന് കഴിഞ്ഞ മുത്തപ്പൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ഗാനമേള. ആ ഗാനമേളയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തും ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷനൂബ് വന്നിട്ട് എന്നെ കോളർ പിടിച്ച് മർദ്ദിക്കുകയും അതിൻ്റെ പുറകെ ആൾക്കാർ വന്ന് മർദ്ദിക്കുകയും ചെയ്ത് അവിടെ ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവനോട് നിൽക്കുന്നത്. കാരണം പെട്ടെന്ന് എനിക്ക് നെഞ്ഞുവേദന വന്നു. പിന്നെ എല്ലാവരും വിചാരിച്ച് അറ്റാക്കാന്ന് വെച്ചിട്ട് വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷവും എന്നെ പിടിച്ചു വെക്കുമ്പോൾ എൻ്റെ മാമിക്കും അടി കിട്ടി. എൻ്റെ മാമീനെ ഇവർ തച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മാമൻ വന്ന സമയത്ത് മാമനും ഇവർ എല്ലാവരും കൂടി മർദ്ദിക്കുകയുണ്ട്. പക്ഷേ മാമൻ കേസ് കൊടുക്കാൻ പോയില്ല. കേസ് കൊടുക്കാൻ പോകാത്ത വേറൊന്നും കൊണ്ടതല്ല, അതിൽ എന്നെ മാമനെ തച്ച ഒരു പ്രതിയുണ്ട്. ആ പ്രതി മുമ്പ് ഫാമിൽ 6 മാസം സസ്പെൻഷൻ കിട്ടിയ ഒരു പ്രതിയാണ്, പോലീസ് സ്റ്റേഷൻ കല്ലെറിയാൻ പോയിട്ട്. അതുകൊണ്ട് അവന് എതിരെ പരാതി കൊടുത്ത വീണ്ടും അതൊരു പണി പോകുന്നൊരു കേസായതുകൊണ്ട് നമുക്കൊരിതുണ്ടല്ലോ, മനുഷ്യന്മാരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അങ്ങനെ ആവേണ്ടിരിക്കേണ്ട അവൻ്റെ കയ്യിൽ കേസ് കൊടുക്കായിരുന്നു. പിന്നെയും അവനാണ് ഭീഷണിപ്പെടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഞാൻ SP കൊടുത്ത പരാതിയിൽ കൃത്യം അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ ജീവിക്കാൻ എനിക്ക് ആവില്ല, കാരണം അത്രയും ഭീഷണികളാണ്. എന്നിട്ട് അത് കേസ് കൊടുത്തതിന് ശേഷവും മക്തവിൻ്റെ പത്രത്തിൽ അത് സായന പത്രമുണ്ട്, പത്രത്തിൽ ഫാമിനെതിരെ വീണ്ടും വാർത്ത വന്നു. ഈ ഒരു സമയത്ത് ഞാൻ എന്തായാലും അങ്ങനെ ഒരു വാർത്ത കൊടുക്കില്ലെന്ന് പറയാം. കാരണം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഒരു ഫാമിലി അങ്ങനെ മോശമായ വാർത്ത കൊടുത്ത് ജനങ്ങളെ തെറ്റിക്കുമെന്നല്ലേ, അത് ആർക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അങ്ങനെ വാർത്ത കൊടുത്ത് അത് തെറ്റിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫാമിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇവർ ചർച്ച നടത്തി, ഇങ്ങനെ വാർത്ത കൊടുത്തൊരു ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിൻ്റെ മതിൽ മുഴുവൻ എനിക്കെതിരെ പോസ്റ്റുകൾ വന്നു. ഞാൻ അവിടെ ഗാർഡൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗാർഡൻ വർക്ക് നല്ല രീതിയിൽ അത് ആർക്ക് വന്നാലും ആ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ഗാർഡൻ വർക്ക് എല്ലാം നല്ല അറിയും. അപ്പോൾ ഇവരെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചാൽ ചെടീനെ തൊട്ടും തലോടി ഇവിടെ സമങ്കാളിന്ന് നിൽക്കിൻ്റെ വില അറിയില്ലാന്ന് പറഞ്ഞ് അങ്ങനെ വേറെ എന്തെല്ലോ അപവാദങ്ങൾ പത്രത്തിൽ നിരന്തരം മഞ്ഞപ്പത്രത്തിൽ നിരന്തരം വാർത്ത കൊടുക്കുന്ന നീയാന്ന് എന്നെല്ലാം പറഞ്ഞിട്ടാണ് വാർത്ത വന്നിന്. അല്ല അവരവിടെ എഴുതി ഒട്ടിച്ചത്. പിന്നെ ഫാമിലി അഴിമതികളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ അപമാനിക്കുന്നത്. ഫാമിലി അഴിമതികൾ പുറത്ത് കൊണ്ടുവന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. പത്രത്തിൽ ഞാൻ ആ വാർത്ത കൊടുത്തിരുന്ന് പറഞ്ഞിട്ടാണ് ഇവർ കംപ്ലീറ്റ് പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചിന്.
പക്ഷേ ഈ ഒരു സമയത്ത് എന്ത് ചെയ്താലും ഞാനത് കൊടുക്കില്ലാന്ന് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പത്രക്കാരെ വിളിച്ച് പിന്നെ പറയുന്ന കാര്യങ്ങൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത് കൊടുത്തിന്? എൻ്റെ ചോറിലും കൂടി ഇപ്പം എല്ലാവരും കൂടി എനിക്കെതിരെ തിരിഞ്ഞിട്ടേ ഉള്ളത്. കാരണം ഞാനത് കൃത്യമായി തെളി ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞിനി ഏടെ വേണമെങ്കിലും പരാതി കൊടുത്താലും ഞാനല്ല കൊടുത്തിന് ഞാൻ തെളിയിക്കും. അത്രയും കൂടി പറഞ്ഞിട്ടും പിന്നെ ഇവർ എനിക്കെതിരെ പോസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് ഇവർ തിരിച്ചിപ്പം ഇവർ ആദ്യം കൊടുത്ത സ്റ്റേഷനിലെ കേസ് സിയാനെ വായിച്ച് കേൾപ്പിച്ചിനി. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് വരുന്ന വാർത്ത എന്താണെന്ന് പിന്നെ ഫാമിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതിൻ്റെ പേരിൽ ചോദിക്കാൻ പോയതിൻ്റെ പേരിലാണ് പിന്നെ ഞാനും എൻ്റെ മാമനും പിന്നെ അവരെ തച്ചു എന്നും പറഞ്ഞിട്ടാണ് രണ്ടാമതൊരു കേസ് കൊടുത്തിന്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത്. അപ്പോൾ ഈ നിങ്ങൾ പരാതി കൊടുത്തിട്ട് പോലീസ് സ്വീകരിക്കുന്നില്ല? പരാതി കൊടുത്തിട്ട് പോലീസ് സ്വീകരിക്കുന്നില്ല. പിന്നെ വേണ്ടപ്പെട്ടവർ വിളിച്ചു പറഞ്ഞിട്ടും പോലീസ് സ്വീകരിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ SP പരാതി കൊടുത്തതിന് ശേഷമാണ് എന്നോട് പറഞ്ഞു നാളെ തന്നെ പോയിട്ട് മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കും CI വരട്ടെന്നാണ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു കോൾ വന്നു ഇവർക്ക് പോലീസുകാർക്ക് IG വിളിച്ചു എന്നാണ് പറഞ്ഞത്. അത് വിളിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ പരാതി അവർ സ്വീകരിക്കുന്നത്. അത്ര പോലും പിന്നെ പരാതി എടുക്കാൻ തയ്യാറില്ല. ഇപ്പോൾ പരാതി എടുത്തു, കേസന്വേഷണം തുടങ്ങി. പിന്നെ എന്നെ അടിച്ച സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇപ്പം എല്ലാം നേർക്ക് പോകുന്നുണ്ട്. എന്നാലും എനിക്ക് നീതി കിട്ടുന്നില്ല. നാട്ടിൽ പിന്നെയും ഭീഷണികൾ വന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം എൻ്റെ ഭാഗം തെറ്റല്ലാന്ന് എനിക്ക്. ജീവന് ഭീഷണിയുണ്ടോ? ജീവന് ഭീഷണിയുണ്ട്. ഞാൻ SP പറഞ്ഞു. SP എന്നോട് പറഞ്ഞു അന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് SP സാറോട് പറഞ്ഞ സമയത്ത് സാറിനോട് പറഞ്ഞു ഞാൻ തളിപ്പൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം, നീ പോയിക്കോ പറഞ്ഞു. ഞാൻ സാറേ ഞാൻ വീട്ടിൽ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. എന്നിട്ട് എവിടെ പോയിച്ചു? ഞാൻ പറഞ്ഞു മയിൽ എൻ്റെ പെങ്ങളെ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ മയിൽ സ്റ്റേഷൻ നമ്മുടെ പരിധിയല്ല. എന്നിട്ട് SP സാറിനോട് പറഞ്ഞു നീ അത് പേടിക്കണ്ട, ഞാൻ മയിൽ സ്റ്റേഷൻ എന്നാലും ഞാൻ വിളിച്ച് പറയാം, പിന്നെ നീ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവിടുന്ന് പോന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ എന്താ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാലും പാർട്ടിക്കാരല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമില്ലയെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. കാരണം ഇത്രയുള്ള കേസ് തന്നെ പോലീസുകാർക്ക് എടുക്കാൻ ഭയമാണ്. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പരാതി കൊടുത്താൽ നമുക്കൊരു നീതി കിട്ടുമോ? ഇപ്പം വീട്ടിൽ അമ്മക്കും അച്ഛനും വീട്ടിൽ താമസിക്കാൻ തന്നെ പേടിയാണ്. രാത്രി ഒരു വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നോക്കുന്നു. പിന്നെ ആരാന്ന് ഭയപ്പാട് കൂടി ഇപ്പം ജീവിക്കുന്നു വീട്ടിൽ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നു. ജോലിക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. കാരണം ജോലിക്ക് പോയ സ്ഥലത്തും എനിക്ക് പീഡനം വീണ്ടും വന്നു. കാരണം വെച്ചാൽ ഡോക്ടർ എന്നോട് പറഞ്ഞിന് പിന്നെ നെഞ്ഞിന് അടികെട്ടിക്കൊണ്ട് 3 ആഴ്ചയോളം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലി ഇപ്പോൾ ചെടിയുടെ പണിക്ക് എന്നെ വിടുന്നില്ല. ഞാനത് സൂപ്രണ്ടോട് ചോദിക്കുകയും ചെയ്തു, ഇപ്പോൾ മതിലിൻ്റെ മുകളിൽ പോസ്റ്റ് ചെയ്ത് ഒട്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ എന്നെ ചെടീൻ്റെ പണിക്ക് മാറ്റിയതെന്ന്. സൂപ്രണ്ട് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഭാരമുള്ള ജോലി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്നെ വെള്ളം നനക്കാൻ വിട്ടിട്ട് പിറ്റേ ദിവസം വീണ്ടും അതിനേക്കാൾ ഭാരമുള്ള പണി ചെന്നു. അപ്പോൾ എൻ്റെ നെഞ്ഞുവേദന എടുത്തിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഭാരമില്ല പണി എടുക്കാൻ പാടില്ല, 3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിന്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുത്തുന്നതിന്. അങ്ങനെ കൂടി വീണ്ടും ഓഫീസറെ അടുത്തുനിന്നായാലും തൊഴിലാളി അടുത്തുനിന്നായാലും പീഡനങ്ങൾ ഇനി മാനസികമായി തളർന്നൊരവസ്ഥയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള പാവങ്ങളുടെ മേത്ത് കുതിര കയറുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശക്തമായ ഒരു തീരുമാനം ഉണ്ടാണ്. കാരണം നേതാക്കന്മാർക്കൊന്നും നോക്കണ്ട, ഇവരെ പോലെയുള്ള പാവങ്ങൾ ഇതിനിറങ്ങി തിരിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്നില്ലേ അവർക്ക് അവരുടെ കുടുംബത്തിനാണ് നഷ്ടം. അതവർ ചിന്തിക്കുന്നില്ല. നേതാക്കന്മാർ വീട്ടിൽ വന്നിട്ട് അവരെ കൈയൊഴിഞ്ഞിട്ട് പോയി. കാരണം നമ്മളിൽ പങ്കാളികളല്ലാന്ന്. എന്നിട്ട് ഇവർ തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവ് ഇനി എപ്പോഴാണ് ലോകത്തുണ്ടാവുക? ലോകം തിരിച്ചറിയുന്നില്ല. പക്ഷെ ലോകം തിരിച്ചറിയണം. എനിക്കെന്തായാലും ഇവിടുന്ന് നീതി കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സാജൻ സാറിൻ്റെ വീഡിയോ ഞാൻ എല്ലാ ദിവസവും കാണലുണ്ട്. അത് കണ്ടതിന് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ വന്നിട്ട്. സാറ് എന്തായാലും ഈ കാര്യം പുറത്തെത്തിക്കും. വേറെ ആർക്കും ഈ സംഭവം പുറത്തെത്തിക്കാൻ കഴിയില്ല. കാരണം അത്രയും സമ്മർദ്ദമാണ്. ഞാൻ ജനൻ TV പോയിനി ഇന്നലെ, എൻ്റെ ബൈറ്റ് ഇതുവരെ എടുത്തിനി. പക്ഷേ അതിനോട് രാവിലെ വാർത്ത കൊടുക്കുന്നതാണ്. ഇതുവരെ അവരെ വാർത്ത കൊടുത്തിട്ടില്ല. കൊടുക്കൂല, എനിക്കറിയാം. ആരും കൊടുക്കില്ല. എല്ലാവർക്കും പേടിയാണ്, ഭയക്കണം ജീവന്. പക്ഷേ അത് സത്യത്തിന് വേണ്ടി ഭയക്കാൻ പാടില്ല. ചാവുന്നുണ്ടെങ്കിൽ അത് നീതിക്ക് വേണ്ടി ചാവണം. അല്ലാണ്ട് ഭയന്നിട്ട് കള്ളത്തരത്തിൽ ഇങ്ങനെ കൊള്ളക്കും കൂട്ടുന്നിട്ടല്ല ചാവുന്നുണ്ട്. മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയണം ഈ സംഭവം. ഞാൻ എൻ്റെ കുടുംബത്തിലും പറഞ്ഞു, എൻ്റെ പെങ്ങന്മാരും പറഞ്ഞു എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങളതിൽ വിഷമിക്കണ്ട. കാരണം ഞാനിത് പോയിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ വരുമല്ലോ. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ വിഷമല്ലോ. പക്ഷേങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അത് നാട്ടിൽ കുറേ ആൾക്ക് ഉപകാരപ്പെടും. കാരണം ജനങ്ങൾ തിരിച്ചറിയണത്. ഈ വാർത്ത ഇപ്പം പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലെത്തുന്നതിൽ ഉറപ്പൊന്നുമില്ല. കാരണം ഇവർക്ക് കണ്ടുപിടിക്കാൻ വലിയ എളുപ്പത്തിന് ഒരു വഴിയുമില്ല. കാരണം വെച്ചാൽ മൊബൈൽ ട്രേസ് ചെയ്താൽ എത്ര പെട്ടെന്ന് തന്നെ പിടിക്കാം. പക്ഷേങ്കിൽ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ മൊബൈൽ ട്രേസ് ചെയ്യണ്ട, നിങ്ങൾ വിളിച്ചെടുത്ത് ഞാൻ വരും. നിങ്ങൾക്ക് കൊല്ലല്ലേ വേണ്ട, ഞാൻ നിന്ന് തരും. പക്ഷേങ്കിൽ നീതി കിട്ടണം. എനിക്ക് നീതി കിട്ടിയേ പോലും. ഞാൻ നേതാക്കന്മാരോടും പറഞ്ഞു നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് എന്നെ കൊല്ലലേ വഴിയുള്ളൂ. കാരണം ഞാൻ അത്ര അനുഭവിച്ചു. നിങ്ങളോട് ഞാൻ പറഞ്ഞു എരന്ന് കാല് പിടിച്ചിനി എന്നിൽ നിന്ന് ഒഴിവാക്കിത്താ. എനിക്കും ജീവിക്കണം, നിങ്ങൾക്കും ജീവിക്കണം. എന്തിനാന്ന് വെറുതെ എന്നെ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ അവരാരും ഇതിൽ നിന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ അന്ന്
കൂടെ നിന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അന്ന് ഫാമിലി അഴിമതി വന്ന സമയത്തും ഫാമിലെ യൂണിയൻകാർ അടക്കം സൂപ്രണ്ടിൻ്റെ ഒപ്പം നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തിയതിന്, എന്നിട്ടും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിനി. പക്ഷേ അന്ന് ഞാൻ എൻ്റെ മാനസികതയിൽ തകർന്നിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടാണ് ഞാൻ, എനിക്ക് ഉറക്കമില്ല രാത്രി, സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടാണ് ഞാൻ പിന്നെ അന്ന് ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങൽ. അതൊന്നും ആർക്കും അറിയില്ല. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ആം ആദ്മി പാർട്ടിക്കാർ, അവർ എന്നെ അത്രയും ഓരോ ദിവസം വിളിച്ച് രാത്രി എന്നെ സമാധാനപ്പെടുത്തി, നീ വേണ്ടാത്തൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കരിമ്പത്തിൽ ആനപ്പള്ളി ഗോപാലൻ എന്ന് പറഞ്ഞാൽ അയാളാണ്, എന്നെ എല്ലാ ദിവസം വിളിക്കും, നീ വേണ്ടാത്തൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്നെ സമാധാനപ്പെടുത്തിയിട്ടാണ് ഞാൻ അന്ന് ജീവനോട് ഇല്ലത്. ഇല്ലെങ്കിൽ ഞാൻ അന്നേ തീർന്നിട്ടുണ്ടാവും. ഇനി എനിക്ക് എന്ത് അപകടം സംഭവിച്ചാലും ഇതിന് പുറകിൽ ഇവരന്ന് അത് നാട്ടുകാർ അറിയണം. ഷനൂബ്, ഷഞ്ജിത്ത്, പിന്നെ സനല്, ദിനൂബ്, പിന്നെ ഇവരറിയാണ്ട് ഇതിനൊരു കാര്യം അവിടെ നടക്കില്ല. ഞാനിപ്പോൾ അന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ പുറലോകം അറിയില്ല, ഒരു കാര്യം അറിയാൻ പോകുന്നില്ല. പക്ഷേ ഞാനന്ന് ചാകാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പറയേണ്ട ഒരു സംഭവം എനിക്കുണ്ടായി. അപ്പം ഈ രൂപേഷിന് ഈ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട്, അത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. ആ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് രൂപേഷാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അതിക്രമമൊക്കെ നടത്തുന്നത്. ജീവന് ഭീഷണിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബ്രാഞ്ച് സെക്രട്ടറി ഷനൂബിൻ്റെ ഭീഷണി തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നീതി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമില്ല. കാരണം സ്വന്തം പാർട്ടിയാണ്, ആ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഷനൂബിനെ തൊടാൻ പോലീസും മടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി ഇതൊക്കെ കാണണം, കണ്ണുറന്ന് കാണണം. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കണം. പാവങ്ങളുടെ മേൽ ഇങ്ങനെ കുതിര കയറിയാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അതിൻ്റെ ഒരു ഫലം നിങ്ങളെ കാത്തിരിക്കും. ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്നുണ്ട്. ഇതൊക്കെ തിരുത്താൻ ഇനിയും സമയമുണ്ട്, തിരുത്തിയാൽ കൊള്ളാം. എന്തായാലും രൂപേഷ് പറയുന്നത്, രൂപേഷിന് ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ, എന്തെങ്കിലും ജീവന് അപായം സംഭവിച്ചാൽ അതിന് കാരണം ഈ ബ്രാഞ്ച് സെക്രട്ടറി ഷനൂബും കൂട്ടാളികളുമാണ് എന്നാണ്. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.